ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്നും നമ്മൾ ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കും നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് ഇതിൻ്റെ ഉൾവശം ഉണ്ടാവുക. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു റെസിപ്പി ഞാൻ ലേഡീസ് പ്ലാനറ്റ് എന്നുള്ള ചാനലിൽ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ തോന്നി ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണെന്ന് തോന്നി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് കറി ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഈ 1 മുട്ട ചേർക്കുന്നത്. നിങ്ങൾ 2 കപ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ അരിപ്പൊടിയാണ്, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ പൊടിയാണ്. പിന്നെ ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയതാണ്. അതേ കപ്പിന് 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിയെടുത്ത അതേ അളവിൽ ആ കപ്പിൽ വെള്ളം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പൊടി എടുക്കുന്ന അതേ പാത്രത്തിൻ്റെ അളവിൽ വെള്ളം എടുത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ നമ്മളിങ്ങനെ കയ്യിൽ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ചാടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടിയെടുത്ത അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മളിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഡിഷിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇതിനിപ്പോൾ ഓയിലില്ലാണ്ടും ചെയ്യാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എണ്ണയിൽ ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓയിലില്ലാതെ ചെയ്തെടുക്കാം. പക്ഷേ ഓയിലില്ലാണ്ട് ചെയ്യുമ്പോൾ ഈ ഓയിൽ ചേർത്ത് ചെയ്യുന്ന അത്ര തന്നെ സോഫ്റ്റായി കിട്ടില്ല. സോഫ്റ്റ് തന്നെ ആയിരിക്കും, പക്ഷേ ഇത്രത്തോളം സോഫ്റ്റായിട്ട് കിട്ടില്ല ഓയിലില്ലാണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിഷിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വെളിച്ചെണ്ണ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കുക്കാവട്ടോ, ഒരുപാട് നേരം അതിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ അത് കുക്കായിട്ട് കിട്ടും, പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. നമ്മൾ നല്ല ലൂസ് ബാറ്ററല്ലേ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഉൾവശം കുക്കായി കിട്ടും കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു സൈഡും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കാം. മറിച്ചിട്ടിട്ടും ഒരുപാട് ടൈം വെക്കരുത്. അപ്പോൾ അത് ബലം വെച്ചിട്ട് അതൊരു ഹാർഡായി പോകും. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ മതി, അപ്പോൾ തന്നെ അത് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ആ ചേർത്ത് കൊടുത്ത ഓയിലിൽ നിന്ന് ഒരുപാട് ഓയിലൊന്നും ഇത് വലിച്ചെടുത്തിട്ടില്ല. അത് അതിൽ തന്നെ കാണാൻ പറ്റും നമുക്ക് ആ ഒരു ഓയിൽ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഓയിൽ. കാരണം ഒരുപാട് ഓയിൽ വലിച്ചെടുക്കുന്ന പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതൊന്നും അത്ര ഹെൽത്തി അല്ല. അപ്പോൾ ഇതിൽ ഓയിലുള്ളത് കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഓയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത്. ഇത്ര പണിയുള്ളൂ. ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല പഞ്ഞി പോലത്തെ ഒരു ഉൾവശമാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും